Hey all my beautiful, welcome back to my Puffs channel. Collective reading ആണ്, ലവ് റീഡിംഗ് ആണ്. വളരെ സ്പെഷ്യൽ മെസ്സേജ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യം അട്രാക്ട് ചെയ്യാൻ, റിലേഷൻഷിപ്പിൽ റൈറ്റ് ആയിട്ടുള്ള തീരുമാനമെടുക്കാൻ, പുതിയ കാര്യങ്ങൾ ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എന്ത് അവസ്ഥയിൽ കൂടിയാണോ പോകുന്നത്, ആ ഒരു സിറ്റുവേഷന് ബെറ്റർ ആയിട്ട് കൊണ്ടുവരാൻ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ what you need to do right now. Alright, so let's see what you need to hear about your relationship. So take a break. ഓക്കെ, റിലേഷൻഷിപ്പിൽ വരുന്ന ബ്രേക്ക് എടുക്കാന്ന് പറയുന്നത് നിങ്ങൾ കംപ്ലീറ്റ്ലി എൻഡ് ആക്കിയിട്ട് മാറി നിൽക്കുക എന്നുള്ളതല്ല. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി ഒന്ന് പോസ് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് ഒന്ന് പോസ് ചെയ്യുക. ആൻഡ് നിങ്ങൾ കൂടുതൽ മോഡിഫൈ ചെയ്യുന്ന കാര്യത്തിലേക്ക് ഒന്ന് നിങ്ങൾ എൻഗേജ്ഡ് ആവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ കാരണം നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, എസ്പെഷ്യലി സിംഗിൾ ഒക്കെ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. ഓക്കെ, സോ അത് നിങ്ങളുടെ ചില ആളുകളുടെ ലൈഫിൽ ഒരു മെയിൻ റോൾ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ടാസ്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ അതിലേക്ക് ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, സോ ഈ ഒരു സമയം നിങ്ങൾ എന്താണോ ഞാൻ പോസ് ചെയ്യാന്ന് പറയുന്ന സമയത്ത്, അത് മേ ബി ലൈക്ക് നിങ്ങളുടെ തോട്ട്സ് ആയിരിക്കാം, നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളായിരിക്കാം, ഓർ നിങ്ങളുടെ ഇമോഷൻസ് ആയിരിക്കാം, നിങ്ങൾ അനാവശ്യമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ചില കാര്യമായിരിക്കാം, അല്ലെ? സോ സെയിം കാര്യം തന്നെ. സോ ചില ആളുകൾ വാട്ട് ഐ എം ഹിയറിംഗ് ഈസ്, നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കാം, പക്ഷെ ഒരേ കാര്യത്തിനായിരിക്കാം നിങ്ങൾ ഫൈറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരേ ഒരു രീതിയിലായിരിക്കാം നിങ്ങൾ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം, നിങ്ങൾ അതിൽ യൂസ്ഡ് ആയി പോകുന്നുണ്ടായിരിക്കണം. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മോഡിഫൈ ചെയ്യണം. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ വീട്ടിൽ പുതിയൊരു ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ആഘോഷമൊക്കെ ഉണ്ടാവുന്ന സമയത്താണ്, ഇവന്റ് ഒക്കെ ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ വീടൊക്കെ മോഡിഫൈ ചെയ്യുക, അല്ലെ? ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലവ് റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിലേക്ക് ഒരു സ്പെഷ്യൽ അതിഥി വരാൻ പോവാണ്. മേ ബി നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ ഒരു അനദർ റൊമാൻറ്റിക് സ്റ്റോറി ആയിരിക്കാം, ഓർ ചില ആളുകൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കാം. റിട്ടേൺ ചെയ്യുന്ന സമയത്ത് പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കണം, അല്ലെ? ഒരു ഹാബിറ്റ് ഒക്കെ മാറ്റി വെക്കണം, ഒന്ന് മോഡിഫൈ ചെയ്ത് വെക്കണം. സോ എക്സാക്ട്ലി അതാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളൊരു റൈറ്റ് പാർട്ട്ണറെ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, പക്ഷെ ഈ ഒരു സമയം നിങ്ങൾ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ടായിരിക്കണം, വളരെ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം, നിങ്ങളുടെ ലൈഫിലെ സന്തോഷം നിങ്ങൾ ഇല്ലാണ്ടായിരിക്കും നിങ്ങൾ ഇരിക്കുന്നുണ്ടായിരിക്കാം, പഴയ കാര്യങ്ങള് ചില ആളുകൾക്ക് മിസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ഇരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെ? അങ്ങനത്തെ ഒരു പ്ലേസിലേക്ക് ആരെങ്കിലും സന്തോഷമായിട്ട് കടന്നു വരുമോ? ഡെഫിനറ്റ്ലി ഇല്ല. സോ നമുക്കറിയാം, എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. ലൈക്ക് അട്രാക്ട്സ് ലൈക്സ് എന്ന് പറയുന്നത് പോലെ, റൈറ്റ്? സോ നിങ്ങളുടെ ലൈഫിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് വരാൻ പോവാണ്. സോ സന്തോഷമായിട്ടിരിക്കുക, പ്ലസന്റ് ആയിട്ടിരിക്കുക, ഒന്ന് ആക്റ്റീവ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങളെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാം. നിങ്ങളുടെ ശരീരമായിരിക്കാം, നിങ്ങളുടെ ഇമോഷൻസ് ആയിരിക്കാം, ഒന്ന് ഈ ഒരു മൊമെന്റിൽ എന്തൊക്കെയാണുള്ളത് അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. എന്റെ ഭാവി എന്താവും, എന്റെ പാസ്റ്റ് എന്തായിരുന്നു, അതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടാതിരിക്കാം. ഓക്കെ, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ അറിയാത്ത ആളുകൾ നല്ലതല്ല, പക്ഷേ നിങ്ങൾക്കറിയാം ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ സംസാരിച്ച് വഷളാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതായിരിക്കും മേ ബി ലൈക്ക് ചില ആളുകൾ നിങ്ങൾ മോഡിഫൈ ചെയ്യേണ്ടത്. നിങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വേണ്ട രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക, മെച്ചൂർഡ് ആയിട്ട് സംസാരിക്കുക, നിങ്ങൾ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യമായിരിക്കാം, അല്ലെ? പക്ഷെ നിങ്ങളുടെ ഒരു ഓത്തന്റിക് വേർഷൻ കണക്ട് ചെയ്തിട്ടുണ്ടാവില്ലേ ചില ആളുകള് പാസ്റ്റിലൊക്കെ. നിങ്ങൾ കഴിഞ്ഞ സമയം വരെയൊക്കെ നിങ്ങളുടെ ഒരു ഓത്തന്റിക് വേർഷനിൽ നിങ്ങൾ നിന്നിട്ടുണ്ടാവില്ല. സോ ഇനി ഒരു പുതിയൊരു സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇനി ആരെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത്, നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ മാറ്റേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങളുടെ സംസാരം നിങ്ങൾ
ഇത്ര കാലമായിട്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അത് വളരെ ഷാർപ്പായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. സോ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വെപ്പൺ ആയിരിക്കാം അത്. സോ പറഞ്ഞു വാദിച്ച് ജയിക്കുക, അല്ലെങ്കിൽ ദേഷ്യം വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കിന് നല്ല മൂർച്ച ഉണ്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ആളുകൾക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, റൈറ്റ്? പക്ഷെ നിങ്ങളുടെ വാക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് നിങ്ങൾ. അത് റൊമാൻറ്റിക് ആയിട്ടായിരിക്കാം, ഓർ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നതായിരിക്കാം, ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷനിൽ വരുന്നതായിരിക്കാം. മെയിൻലി ലൈക്ക് നിങ്ങൾ മനസ്സിൽ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, മേ ബി ഇതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കുക അല്ലെ. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയാൻ പഠിക്കുക, പേടിക്കാതെ, ടെൻഷൻ ആവാതെ. ഞാൻ ഉള്ള സത്യം പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, എന്നെ പറ്റിയിട്ട് എന്ത് വിചാരിക്കും, നോ, ലൈക്ക് നിങ്ങൾ ഓത്തന്റിക് ആയിട്ട് നിൽക്കുക. അതാണ് നിങ്ങൾ ഇനി നെക്സ്റ്റ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെർഫോം ചെയ്യേണ്ടതും. നിങ്ങൾ ഓത്തന്റിക് ആയിട്ട് നിൽക്കുക. ഒരാളെ ലൈഫിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ടോ ലൈഫിൽ പോവാൻ വേണ്ടിയിട്ടോ നിങ്ങൾക്ക് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങള്, നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങള്, ചോദിക്കേണ്ട കാര്യങ്ങൾ ഒന്നും ചോദിക്കാണ്ടൊക്കെ വെക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. പറയാണ്ടിരിക്കുന്ന, ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഇത് എന്തെങ്കിലും മാറിപ്പോവോ, അവര് പോവോ, അല്ലെങ്കിൽ ഇനി അങ്ങനെ വരാതിരിക്കോ, അതിന്റെ ഓപ്പർച്യൂണിറ്റി പോവോ, അങ്ങനെയല്ല. നിങ്ങൾ എന്താണോ എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങളുടെ വാക്കിലൂടെ നിങ്ങളത് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ കാണിച്ചു കൊടുക്കാം. അതാണ് നിങ്ങൾ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇത് മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മോഡിഫൈ ചെയ്യേണ്ടത്, അതിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ സഡൻ ആയിട്ട് സംഭവിക്കേണ്ടതായിട്ടുണ്ട്, പെട്ടെന്ന് ചില മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നാണ് റീസെന്റ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു, പെട്ടെന്ന് ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു. സി ഈവൻ നമ്മളൊരു ബാഡ് സിറ്റുവേഷന് വന്നിട്ടുണ്ടെങ്കിലും, നമ്മളൊരു ബാഡ് സിറ്റുവേഷന് വരുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലത് വന്നാലും നമ്മൾ ഡൗട്ട് ചെയ്യാൻ തുടങ്ങും അല്ലെ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ചില ആളുകൾക്ക് റീസെന്റ് ആയിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കാം, ബട്ട് സ്റ്റിൽ നിങ്ങൾക്കത് ഡൗട്ട് ഉണ്ടായിരിക്കണം അല്ലെ. സോ നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങി വരണോ, ഞാനത് ആക്സെപ്റ്റ് ചെയ്യണോ, അതിലേക്ക് അത് എടുക്കണോ, അല്ലെങ്കിൽ അത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസും ഫേസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. സോ ചില ആളുകൾ നിങ്ങൾ അതാണ് മാറ്റം വരുത്തേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ എന്തെങ്കിലും വരുന്ന സമയത്ത് ആ ഒരു സമയത്ത് നിങ്ങൾ ഡീൽ ചെയ്യാൻ പ്രിപ്പയർഡ് ആവുക. അതല്ലാതെ മേ ബി ലൈക്ക് നിങ്ങൾക്ക് ലൈഫിൽ വന്നിട്ടുള്ളത് വളരെ നല്ല കാര്യങ്ങളായിരിക്കാം, നല്ല ആളുകളായിരിക്കാം, നല്ല ഒരു അവസരമായിരിക്കാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കാം. ഓക്കെ, ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്, ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞതെന്ന് വെച്ചാല്, നിങ്ങൾ ഈ സമയം നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ തോട്ട്സ് ഒബ്സർവ് ചെയ്യുക, നിങ്ങളുടെ ഫീലിംഗ്സ് ഒബ്സർവ് ചെയ്യുക, നിങ്ങൾ എന്താണ് മിസ് ചെയ്യുന്നത്, എക്സാക്ട്ലി നിങ്ങൾ അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നത്. മേ ബി നിങ്ങൾ മാറ്റം എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബേസ് എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് യു ആർ ഗെറ്റിംഗ് ദ സെയിം എക്സ്പീരിയൻസ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾ സെയിം എക്സ്പീരിയൻസിലൂടെ പോകുന്നത്. അതിൽ മാറ്റം വരുത്തുന്ന സമയത്ത് അതൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതും നിങ്ങൾ മോഡിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് നിങ്ങൾ അതുപോലെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. കാര്യങ്ങൾ പ്ലസന്റ് ആയിട്ട് എടുക്കുക. സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാനൊരു അഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. സോ ഞാൻ എൻ്റെ ലൈഫിൽ റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണർക്ക് വേണ്ടി മെന്റലി, ഫിസിക്കലി, ഇമോഷണലി, എനർജറ്റിക്കലി റെഡിയാണ്. ഞാൻ പ്രിപ്പയർഡ് ആണ്. ഞാനത് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അത് എപ്പോ എന്റെ ലൈഫിൽ വന്നോട്ടെ, അതെന്തായാലും എന്റെ ലൈഫിൽ വരും. ഐ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ഇറ്റ്. താങ്ക് യു യൂണിവേഴ്സ്. ആൻഡ് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണോ അതൊക്കെ നിങ്ങൾ ചെയ്യാം. കമന്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ്. എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്? പുതിയ ഇമോഷണൽ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ. ഓക്കെ, ഇഷ്ടങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റാണോ, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ലേ, നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. നിങ്ങൾ വളരെ ഐ ഡോണ്ട് നോ ലൈക്ക് ആരൊക്കെയാ നിങ്ങൾ എന്നുള്ളത് അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് വളരെ യൂണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസയർസ് ഉണ്ടാവുന്നുണ്ട്, ചില ഇഷ്ടങ്ങള്.
ഓർ ഫ്ലേർട്ട് ചെയ്യുന്നതായിരിക്കാം ചില ആളുകളെ. ഇതൊക്കെ വേണ്ടതാണ്. ഓക്കെ, റൊമാൻറ്റിക് ലൈഫിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പാർട്ട്ണർ എടുത്ത് ഫ്ലേർട്ട് ചെയ്യുക, ഓപ്പൺ ആവുക, ഇതൊക്കെ നമ്മുടെ ഒരു ഹാപ്പി ഹോർമോൺസ് ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. സോ കുറച്ചുകൂടി കാര്യങ്ങൾ പ്ലസന്റ് ആയിട്ട് എടുക്കുക, ലൈറ്റ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു അഡൾട്ട് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ കാണാൻ എടുക്കുക. ഓക്കെ, ഞാൻ ഇത്ര ഏജ് ആയല്ലോ, ഞാൻ ഇത്ര മെച്ചുവേർഡ് ആണല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, ഈ പ്രായത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, അവരെന്ത് വിചാരിക്കുക, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിചാരിച്ചോട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ വരിക, ഇഷ്ടമുള്ള നിങ്ങളുടെ ഫാന്റസീസ് ഉണ്ടാക്കിയെടുക്കുക റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത്. നിങ്ങളുടെ ഫാന്റസീസ് ഓപ്പൺ ആയിട്ട് പറയാം. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഫാന്റസി, നിങ്ങൾ പാർട്ട്ണർ ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാന്റസീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, അവർ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ലൈഫിൽ വരുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ ഫാന്റസി എന്നുള്ളത്, ഓ മൈ ഗോഡ്, ഓപ്പൺ ആയിട്ട് പറയാ. ഓക്കെ, സോ അത് നിങ്ങളുടെ ഡിസയേഴ്സ് ആയിരിക്കാം, ഓക്കെ, എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഫ്ലേർട്ട് ചെയ്യാം. മേ ബി ലൈക്ക് നിങ്ങൾ ചെയ്യേണ്ടതും ആ ഒരു കാര്യമാണ്. ദർ ഈസ് നത്തിങ് റോങ് ലൈക്ക് നമ്മള് ഫ്ലേർട്ട് ചെയ്യുന്നതിലും. നമ്മൾ കാണുന്ന എല്ലാവരുടെ അടുത്തും പോയി ഫ്ലേർട്ട് ചെയ്യാന്നുള്ളതല്ല. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മള് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അങ്ങനെ റിലേഷൻഷിപ്പ് കാണാൻ പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും സന്തോഷമുള്ള ഇല്ലാത്തൊരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മോഡിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഒരു പ്ലേസിൽ നിങ്ങൾ സ്ട്രഗിൾ ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ല. ഹെൽപ്പ് യുവർ സെൽഫ്. യു ഓൾവേസ് ഡിസേർവ് ബെറ്റർ. റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ, എവിടെയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് സന്തോഷമുള്ള ഇല്ലാത്തൊരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ സന്തോഷം ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അത് എപ്പോഴെങ്കിലും വരും, അല്ലെങ്കിൽ സങ്കടപ്പെട്ടിട്ടോ മിസ് ചെയ്തിട്ടോ ഒരുപാട് ചിന്തിച്ചിട്ടോ, നോ, ദോസ് തിങ്സ് വിൽ നോട്ട് ഹെൽപ്പ്. Okay, romantic hour. Okay, so like that's a message for you. Or നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന, ഇറ്റ്സ് എ കൺഫർമേഷൻ, നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള ചില വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ്. ഓക്കെ, വിത്ത് യുവർ പാർട്ട്ണർ. സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഗെറ്റ് റെഡി. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിലേക്കൊക്കെ വരേണ്ടതായിട്ടുണ്ട്, റൊമാൻറ്റിക് സിറ്റുവേഷനിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അത്ര ഇമോഷണൽ ആയിട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സോൾഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് പ്രിപ്പയർഡ് ആവേണ്ടത്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സന്തോഷം ഉണ്ടാക്കി എടുക്കാൻ നോക്കുക. ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫ് റിലേഷൻഷിപ്പ് വളരെ മെസ്സപ്പ് ആയിട്ട് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇറ്റ്സ് ഓക്കെ. ആ ഒരു നമ്മള് ചില സമയത്ത് നമ്മൾ കാര്യങ്ങൾ വളരെ സീരിയസ് ആക്കി എടുക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, സങ്കടമുണ്ട്, എന്നാലും നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം അതില്. അല്ലെങ്കിൽ അതിലെന്താണോ റൈറ്റ് ആയിട്ട് സംഭവിക്കുന്നത് അതുപോലെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കണം. ആ ഒരു സമയത്താണ് ലൈഫ് കുറെ കൂടെ ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുക. ആ ഒരു സമയത്താണ് നമുക്ക് ലൈഫിനോട് ഇഷ്ടം തോന്നുക, സ്നേഹം തോന്നുക. എല്ലാ സ്ഥലത്തുനിന്നും നമുക്കത് സ്നേഹം കണക്ട് ചെയ്യാൻ സാധിക്കുക, സ്നേഹം നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കാം. ഓക്കെ, സോ എന്തൊക്കെയൊരു കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ മോഡിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ വേണ്ടാത്ത പ്ലേസിൽ വെക്കുക, വേണ്ട പ്ലേസിൽ വെക്കുക. ഈവൻ ചില ആളുകൾക്കുള്ള മെസ്സേജ്, നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആയി പോയിട്ടുണ്ടായിരിക്കണം അല്ലെ. സോ നിങ്ങൾ മൊത്തത്തിലൊന്ന് വീണ് പോയിട്ടുണ്ടായിരിക്കണം. പക്ഷെ എന്നാലും അവിടുന്ന് ഒന്ന് നിങ്ങൾ ഇറക്കിക്കൊണ്ടുവരാൻ, ഒന്ന് എണീറ്റ് നിർത്താൻ വേണ്ടി പുതിയ കാര്യത്തിലേക്ക് വരണം. ഓക്കെ, അവിടെ നിന്ന് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചോട്ടെ, മേ ബി ലൈക്ക് നിങ്ങൾക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പാസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം, എന്തൊക്കെ ലൈഫിൽ സംഭവിച്ചോട്ടെ, അവിടെ ആ ഒരു നഷ്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പെറുക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പൊടി തട്ടി മാറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ. സോ നിങ്ങൾ കംപ്ലീറ്റ്ലി വീണുപോയ പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നിങ്ങളുടെ ആരോഗ്യമായിരിക്കാം അല്ലെ. ആരോഗ്യം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സുണ്ടാവും, ഓക്കെ, മാറണം. അല്ലെങ്കിൽ ചില ആളുകൾക്ക് ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാം പോയിട്ടുണ്ടായിരിക്കണം, ആഗ്രഹം മാത്രമേ ഉള്ളൂ. അത് മതി നിങ്ങളെ ലീഡ് ചെയ്യാൻ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അങ്ങനെ വീണ് പോയിട്ടുള്ള പ്ലേസിൽ നിന്ന് എന്താണോ നിങ്ങൾക്ക് പെറുക്കി കൂട്ടാൻ പറ്റുന്നത് അത് മാത്രം എടുത്ത് പുതിയ കാര്യങ്ങൾ വെൽക്കം ചെയ്യാം. ആ സമയത്താണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പവറിനും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുക. അതിനും ഒരു നമുക്ക് കൂടുതൽ കാര്യങ്ങൾ തരാൻ തോന്നാം, നമ്മൾ ശ്രദ്ധിക്കാം. സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. സോ ഗെറ്റ് റെഡി. ലൈക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത് അതൊക്കെ ആയിട്ട് പുതിയ കാര്യത്തിലേക്ക് അത് എപ്പോ വരും, എങ്ങനെ വരും, നിങ്ങൾ അത് ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളൊന്ന് ജെന്യൂൻ ആയിട്ട് സന്തോഷമായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് വിത്തിൻ നോ ടൈം.
സെക്കൻഡ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ വളരെ സീരിയസ് ആക്കി എടുക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതൊന്നും നിങ്ങൾ ലൈറ്റ് ആയിട്ട് എടുക്കാൻ ശ്രമിച്ചു നോക്കൂ. അതൊരു പ്രശ്നമേ ഇല്ല, അത് അവിടെ നടന്നോട്ടെ, അത് എങ്ങനെയെങ്കിലും സോൾവ് ആയി വരും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു തോട്ട്സിന് നിങ്ങൾക്ക് സിറ്റുവേഷൻസ് ചേഞ്ച് ആക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു തോട്ട്സിന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു അപ്രോച്ചിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ബിലോ. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുക. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്.